ബാധ്യതയില്ല, ജനങ്ങളോട് ബാധ്യതയുണ്ട്. ഈ വി മുരളീധരൻ എന്ന ബി.ജെ.പി ഇന്നലെ ചോദിച്ചത് 11 വോട്ടൊക്കെ ചേർന്നത്ര തെറ്റാണ്, 11 വോട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ ചോദ്യം. 11 വോട്ടിന്റെ അല്ലല്ലോ ആരോപണം, 11 വോട്ടിന്റെ ആണ് ആരോപണം. ഞാൻ തന്നെ പറഞ്ഞത്, ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ വീട്ടിൽ അവരറിയാത്ത 9 പേരുടെ പേര് ചേർത്തിട്ടുണ്ട് അവിടെ, ഇല്ലേ? അതടക്കമുള്ള എത്ര കേസുകളുണ്ട്? ഫ്ളാറ്റുകളിൽ വ്യാപകമായി ഫ്ളാറ്റുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഒരു കേസല്ല, ഒരു കേസാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ അതൊരു പരാതി കൊടുക്കാം, അല്ലാതെ ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. ഒന്നല്ല, ഞങ്ങളുടെ കണക്ക് തന്നെ 50,000-നും 60,000-ത്തിനും ഇടയിൽ വോട്ടുകളുണ്ടെന്നുള്ള ആദ്യത്തെ ഒരു പരിശോധനയിൽ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞത് വലിയ കണക്കാണ് പറഞ്ഞത്. കൂടുതൽ പരിശോധിച്ചാൽ കൂടുതൽ വരും. ഞങ്ങള് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വിഷയം വളരെ ഗൌരവതരമായി ചർച്ച ചെയ്യുകയും അതിശക്തമായി ഞങ്ങൾ ഇടപെടുകയും ചെയ്തു. പാലക്കാട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഞങ്ങൾ ഫലപ്രദമായി തടഞ്ഞു, വളരെ ശക്തമായി പറഞ്ഞു. ഞാനടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ. അന്ന് ഒരു കാരണവശാലും വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം അവിടുത്തെ വിഷയം മാത്രമല്ല, ബി.ജെ.പിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ഇടുക്കിയിലൊക്കെ ഇരട്ടവാട്ട ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് ഉന്നയിക്കുന്നത് CPM-നെതിരെയാണ്. അല്ലാതെ എവിടെയാണ് ഇതുണ്ടായിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം. ഇടുക്കിയിൽ പണ്ടൊരു ആക്ഷേപം ഉള്ളതാണ്, മനസ്സിലായില്ലേ? ഇടുക്കിയിൽ അവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് 5,000-6,000 പേര് വന്ന് ഉടുമ്പൻചോലയിലൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു, മൂന്നാറിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു, പീരുമേടിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു, അതിർത്തി കടന്ന് അതിർത്തിയിൽ ഇവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് വോട്ട് ചെയ്യുന്നു എന്ന് പരാതി പണ്ടുപോലെയുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത്, ഇതെല്ലാം പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ശ്രദ്ധിക്കണം. വോട്ടർ പട്ടിക എന്ന് പറയുന്നത് കുറ്റമറ്റതായിരിക്കണം. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം. മരിച്ചവര്, സ്ഥലത്തില്ലാത്തവര് മാറണം. തെറ്റായ വോട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ പൊതുപ്രവർത്തകർ കൂടി, രാഷ്ട്രീയ പ്രവർത്തകർ കൂടി, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ കൂടി ഇത് ഗൌരവതരമായി പരിശോധിച്ച് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, അല്ലെ, ഫെയർ ആയിട്ടുള്ള നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകണം. അതുണ്ടായില്ല കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ. ജനഹിതത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. അത് നിങ്ങൾ ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ്, വ്ളാഡിമിർ പുടിനെ കുറിച്ചുള്ള മുഖ്യമായ ആക്ഷേപം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ്. ആരും ജയിക്കില്ല, അദ്ദേഹത്തിനെതിരായിട്ട് ആരും ജയിക്കില്ല എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യയിലാകാൻ പറ്റില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വഴിവിട്ട സഹായം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള തെളിവുകളെല്ലാം വെച്ചിട്ടാണ് നേരത്തെ പലതരത്തിലുള്ള പരാതികൾ പോയിട്ടുള്ളത്, പക്ഷെ അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വലിയ പങ്കാളിത്തമുണ്ട് ഈ കാര്യത്തിൽ. കുറ്റകരമായ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം പ്രതിക്കൂട്ട്. ഇതിന് കൂട്ടുനിന്നതിനും കൊട പിടിച്ചു കൊടുത്തതിന്റെ പേരിൽ വ്യാപകമായി സഹായിച്ചിട്ടുണ്ട്. വ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് ഇത് ഇത്രയും വ്യാപകമായി നടന്നിരിക്കുന്നത്. അവർക്ക് അറിയാമായിരുന്നു പരാതികൾ ഉണ്ടായിട്ട് ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ മറുപടി എന്താ മറുപടി അവർ പറഞ്ഞത്? എന്തെല്ലാം വാക്കുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന വാക്കാണ് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയായിട്ട് പറഞ്ഞത്. ഭീഷണിപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഇത്രയും തെളിവുകളോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം മുമ്പിൽ വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ രാഹുൽ ഗാന്ധി എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. ഇത്രമാത്രം തെളിവുകളോടുകൂടി, ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകളോടുകൂടി. അതിന് പറയുന്നത് അത് ഇന്ത്യക്കാരനല്ലെന്നൊക്കെ പറയും. മറുപടിയില്ല. നാളെ വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള നിർദ്ദേശം വീണ്ടും ശക്തമായിട്ട് ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ്. ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ അജണ്ട കേരളത്തിലെ ഗവർണർ നടപ്പാക്കരുത്. നടപ്പാക്കിയാൽ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും. പ്രതിപക്ഷം അതിശക്തിയായിട്ട് എതിർക്കും. ഇത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭജന ഭീതി പുതിയ സാധനമാണ് ഇറങ്ങിയിരിക്കുകയാണ്. ആളുകളെ ഭിന്നിപ്പിക്കാൻ ഒന്നും കിട്ടാതിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം BJP നടത്തി. അതിപ്പോ എക്സ്പോസറായി. എന്താണ് അവർക്ക് പറ്റിയതെന്ന് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത പണിയായിട്ട് ഇറങ്ങിയേക്കുവാണ് വിഭജന ഭീതി. ഇതാണ് സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുടെ നിറം കെടുത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. ദേശവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്
ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കും. മുഖ്യമന്ത്രി അതിൽ പ്രതിഷേധമൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതിഷേധവും കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധവും ഗവർണറെ നേരിട്ട് കണ്ട് അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ആ കുടുംബത്തിലടക്കം 2 ബൂത്തുകളിൽ വോട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതിന്റെ രേഖകളൊക്കെ അവർ പുറത്തുവിടും. അല്ലല്ല, 2 വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടതാണ് സാധാരണയായിട്ട്. അതൊക്കെ ഇതൊന്നും ഡിഫൻസ് അല്ലല്ലോ ഇതൊന്നും. ഇത് വ്യാപകമായി ഇത് ചെയ്തിരിക്കുകയല്ലേ, ഇത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയല്ലേ. ഒരാൾ പുതിയ സ്ഥലത്ത് വോട്ട് കിടക്കുമ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആ വോട്ട് കിടക്കാൻ പാടില്ല നിയമപരമായിട്ട്. മനസ്സിലായില്ലേ? അതൊന്നും ആരിപ്പോ രമേശ് ചെന്നിത്തല ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് വോട്ട് ചേർത്തൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും പോയി അവിടെ വോട്ട് ചേർത്തിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എല്ലാവരും കൂടി അവിടെ പോയി വോട്ട് ചേർത്തിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അവർ ആരും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ. അതുപോലെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഈ വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു 2.5 കോടിയേറെ രൂപയുടെ ക്രമക്കേടാണ് ഇപ്പോൾ ഓംബുഡ്സ്മാൻ കണ്ടെത്തിയിട്ടുള്ളത്. അത് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വ്യാപകമായി ക്രമക്കേടുകളും തട്ടിപ്പുകളും വരുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അല്ല, അത് ഉദ്യോഗസ്ഥ തലത്തിൽ സംവിധാനം നടക്കുന്ന ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. ഭരണസമിതി അംഗങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്ത് പങ്കാണുള്ളത്? അതിന്റെ സാമ്പത്തിക ഇടപാടിൽ ഒരു പങ്കുമില്ല. അത് നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ സംവിധാനത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്കറിയാം. തൊഴിലുറപ്പ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് ആയിട്ടുള്ള സെറ്റപ്പാണ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ്. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന സംവിധാനം. ഭരണസമിതി അംഗങ്ങൾക്ക് അതിൽ യാതൊരു റോളുമില്ല, ഒരു തരത്തിലുള്ള റോളുമില്ല ഭരണസമിതി അംഗങ്ങൾക്ക്. അത് പഞ്ചായത്തിലെ കാര്യം പഠിക്കേണ്ട. അതറിയാം, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അന്വേഷിക്കരുത്. ഈ താൽക്കാലിക വിസി നിയമനത്തിൽ ഇപ്പൊ സുപ്രീം കോടതി നിർണായക വിധി വന്നിട്ടുണ്ട്. എന്തിനാണ് ഭരണസ്തംഭനം ഗവർണർ ഉണ്ടാക്കുന്ന കോടതി ചോദിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ലേ. ഇതിപ്പോ കാണിക്കുന്നത് എന്താണ്? അനാവശ്യമായ ഇടപെടലുകൾ നടത്തിയല്ലേ, അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ. അതിന്റെ അകത്തൊരു തീരുമാനം ഉണ്ടാകണം. ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെട്ടല്ലേ തീരുമാനം ഉണ്ടാകണം. ഇവർക്ക് പറ്റിയത് ഇവരാദ്യം ഗവർണറുമായിട്ട് സന്ധി ചെയ്തു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് നടത്തി, എന്നിട്ട് നിയമവിരുദ്ധമായി കുറെ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് പിന്നെ വഴക്കിടും, പിന്നെ സെറ്റിൽ ചെയ്യും. ഇപ്പൊ സമരം ഒരു സുപ്രഭാതത്തിൽ നിന്നില്ലേ, സെറ്റിൽമെന്റായി. ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. ഭരണഘടനാപരമായ സംസ്ഥാനത്തിനുള്ള അധികാരങ്ങളുണ്ട്. അതിൽ ഗവർണർ കൈയെടുത്താൻ പാടില്ല. ഗവർണർ അവിടുത്തെ ചാൻസലറാണ്. ഇതൊരു ഓർണമെന്റൽ പോസ്റ്റാണ് അല്ലേ. ഇപ്പൊ മന്ത്രിസഭ ഭൂരിപക്ഷം ഇല്ലാത്ത മന്ത്രിസഭയ്ക്ക് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ? ഇപ്പോ 71 സീറ്റ് കിട്ടാൻ, ഇപ്പൊ 80 സീറ്റ് ഒരു മുന്നണിക്കോ ഒരു പാർട്ടിക്കോ കിട്ടി, ബാക്കിയുള്ളവർക്ക് 60 കിട്ടി. ഗവർണർക്ക് ഭരണഘടന പറയുന്നതിന്റെ അപ്പുറത്ത് കയറിയിട്ട് 60 സീറ്റ് കിട്ടിയ ആളുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അതിന് സമാനമായ കാര്യങ്ങളാണ് ഗവർണർ ഈ സർവകലാശാലകൾ ചെയ്യുന്നത്. അത് ചങ്കുറപ്പോടുകൂടി മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പലപ്പോഴും ഗവൺമെന്റ് പറഞ്ഞില്ല. അതിന്റെ കുഴപ്പമാണ്. മതി.